പുൽപ്പള്ളി മലമടക്കുകളിലെ ദുബായ്. 80കളിൽ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു സ്റ്റോറിയുടെ ഹെഡ്ലൈൻ അങ്ങനെയായിരുന്നു. കറുത്ത മണ്ണിൽ അധ്വാനിച്ച കറുത്ത പൊന്ന് വിളയിച്ച കുടിയേറ്റ കർഷകൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ വിജയഗാഥയായിരുന്നു അത്. എന്നാൽ കാർഷിക മേഖല തകർന്നതോടെ പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലകളിൽ നിന്ന് പുതിയ തലമുറ കുടിയിറങ്ങുകയാണ്. എവിടെയെങ്കിലും പൈസ ഉള്ള കാലം വിറ്റിട്ട് കൊടുത്ത് പൈസയും കൊടുത്തോടെ കൂടേണ്ടി വരും. പോയ പിള്ളേരും വരും തോന്നുന്നു, ഒരു വിഷം വരികയല്ല. നമുക്ക് ആദ്യം അങ്ങനെ കാരണം പിള്ളേർ പഠിച്ച് ജോലി കിട്ടി പോകണം. ഇപ്പോൾ പെടുമ്പോൾ പ്രായം ചെല്ലുന്നവർ ഉള്ളി പേടിക്കാൻ തുടങ്ങുക. തനിച്ചായി കഴിഞ്ഞാൽ സുഖമില്ലാവുന്ന ആരും കൂട്ടി പറയാൻ മൃഗത്തില്ല, വേറെ ആരും ഇല്ലല്ലോ. പിള്ളേർ പഠിച്ച് ജോലി കിട്ടി ഞാൻ അവരായി, അവരുടെ പാടായി. കാരണവത്തി കൊള്ളും കഞ്ഞിയും കൊള്ളവും കുടിച്ച് ജീവിക്കുക. വലിയ തൂക്കടം നെയ്യും വരതായിരുന്നാൽ മാത്രം മതി, അതാണ് മാത്രമേ ഉള്ളൂ. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ മിക്ക വീടുകളിലും ഇതാണ് അവസ്ഥ. കുരുമുളകിൻ്റെ സമ്പന്നകാലത്ത് പണിത കോൺക്രീറ്റ് വീടുകളിൽ അപ്പനും അമ്മയും മാത്രം. പുതിയ തലമുറ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. കുറച്ച് നാൾ കഴിയണ്ടേ, ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം തന്നെ 1-2 പേരൊക്കെ ഉള്ളവർ തന്നെ ആണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. അങ്ങനെ ഇവിടെ ഏറിയ ഞങ്ങൾ മിക്കവാറും 90% വീട്ടും തന്നെയുള്ള ആൾക്കാരെല്ലാവരും പുറത്താപ്പില്ലായിരിക്കാം. 1940കളിലാണ് തിരുവിതാംകൂറിൽ നിന്ന് പുൽപ്പള്ളി മേഖലയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ തുടക്കം. 70കളിൽ പ്രദേശത്ത് കുരുമുളക് കൃഷി വ്യാപകമായി. 80 മുതൽ 95 വരെയായിരുന്നു കറുത്ത പൊന്നിൻ്റെ സുവർണകാലം. ഒരേക്കറിൽ നിന്ന് 10-15 കിൻഡൽ മുളക് വിളവെടുത്ത ആ കാലം കുടിയേറ്റ കുടുംബങ്ങളെ സമ്പന്നരാക്കി. എന്നാൽ പിന്നീട് കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും കുരുമുളക് കൃഷിയെ തകർത്തു. സമീപകാലത്ത് വന്യമൃഗശല്യം കൂടി രൂക്ഷമായതോടെ ഒരു കൃഷിയും സാധ്യമല്ലാതായി. ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ പറമ്പിൽ നിന്നൊന്നും കിട്ടാനില്ല, ആദായങ്ങളൊന്നുമില്ല. പിന്നെ വന്യമൃഗങ്ങളുടെ ഭയങ്കര ശല്യം. ഈ മാനും പന്നിയും കയറിയിട്ട് ഒരു സാധനം തരികയില്ല. കുരുമുളക് പോയല്ല, ഇപ്പോൾ ഒരു 5 കിലോ മുളക് ഈ കൊല്ലം കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. 6-7 കിലോ മുളക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പയറോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊടുത്താലും മാൻ തിന്നുകൊണ്ട് പോവുക. പിന്നെ പിള്ളേർ പോകാതെ എന്നാ ചെയ്യുന്നത്? അവരെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല മക്കൾക്ക്, അത് കാരണമാണ് പോണ മക്കളെല്ലാം. ഇപ്പോൾ കാരണന്മാരൊറ്റയ്ക്കാവും, അതാണ് അവസ്ഥ. പഴയ സമൃദ്ധിയൊന്നുമില്ല. കൃഷിയിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെ പലർക്കും ക്ഷേമ പെൻഷനുകളാണ് ആശ്രയം. എന്നാൽ മക്കൾ വിദേശത്തായതിൻ്റെ പേരിൽ അതും നിഷേധിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഞാൻ കർഷക തൊഴിലാളിയായിട്ടായിരുന്നു. ക്ഷേമനിധി അടവ് തീർന്നപ്പോൾ എനിക്കൊരു പേപ്പർ വന്നു, അത് പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ 1600 വെച്ച് അത് കിട്ടുന്നുണ്ട്. മക്കൾ വിദേശത്തായതുകൊണ്ട് അവരുടെ എമൗണ്ട് കണക്ക് കൂട്ടുമ്പോൾ അത് നിഷേധിക്കാനൊരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. പല വീടുകളിലും അരക്ഷിതാവസ്ഥയുണ്ടെന്ന് പൊതുപ്രവർത്തകരും തിരിച്ചറിയുന്നു. ഹോം നേഴ്സാണ് ഇപ്പം ആ വീടുകളിലെ കാര്യങ്ങൾ, അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത്. മക്കൾ യാതൊരു കുറവും വരുത്തുന്നില്ല. അവർക്ക് പറ്റുന്നതിൻ്റെ പരമാവധി അവർ തങ്ങളെ വളർത്തിയ അച്ഛനും അമ്മേനെയും അവർ സംരക്ഷിക്കുന്നുണ്ട്. ഒരു ജീവിതം മുഴുവൻ മണ്ണിൽ ഹോമിച്ച തലമുറയാണ് തനിച്ചാകുന്നത്. അവരുടെ സംരക്ഷണം കുടുംബത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനായി സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.